ഡയബറ്റിസ് മെലിറ്റസ് അഥവാ പ്രമേഹ രോഗത്തെക്കുറിച്ചാണ് ഇന്ന് നാം ഡിസ്കസ് ചെയ്യുന്നത്. പ്രമേഹ രോഗത്തിന്റെ ക്ലാസിഫിക്കേഷൻ, അതിന്റെ വർഗീകരണം, സിംറ്റംസ് രോഗലക്ഷണങ്ങൾ, കോംപ്ലിക്കേഷൻസ് ഈ രോഗം ഗുരുതരമാകുമ്പോൾ ഉണ്ടാകുന്ന ശാരീരിക പ്രയാസങ്ങൾ, ഡയഗ്നോസിസ് ഇത് ലബോറട്ടറി മെത്തേഡുകൾ വഴി എങ്ങനെ നിർണയിക്കുന്നു എന്നീ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഇന്ന് നാം ഡിസ്കസ് ചെയ്യുന്നത്. വാട്ട് ഈസ് ഡയബറ്റിസ് മെലിറ്റസ്? ഡയബറ്റിസ് മെലിറ്റസ് എന്നാൽ എന്ത്? ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് ക്രോണിക് ഡിസീസ് ഇൻ വിച്ച് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽസ് ആർ ഇൻക്രീസ്ഡ് ഡ്യൂ ടു ഇൻസുലിൻ ഡെഫിഷ്യൻസി. ഇൻസുലിന്റെ കുറവ് കൊണ്ട് രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് ക്രമാതീതമായിട്ട് വർദ്ധിക്കുന്ന, ദീർഘകാലത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു രോഗമാണ് ഡയബറ്റിസ് മെലിറ്റസ്. ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് ക്രോണിക് ഡിസീസ്. ഗ്രൂപ്പ് ഓഫ് ക്രോണിക് ഡിസീസ് എന്ന് പറയാൻ കാരണം പലതരത്തിലുള്ള ഡയബറ്റിസ് മെലിറ്റസ് ഉള്ളത് കൊണ്ടാണ് ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് ക്രോണിക് ഡിസീസ് എന്ന് പറയുന്നത്. ഏതെല്ലാം തരത്തിലുള്ളത് എന്നുള്ളത് പിന്നീട് അതിന്റെ ക്ലാസിഫിക്കേഷനിൽ നാം മനസ്സിലാക്കും. So it is the group of chronic disease in which blood glucose levels are increased. ഈ രോഗത്തിന്റെ ഡയബറ്റിസ് മെലിറ്റസ് ഏത് ക്ലാസിഫിക്കേഷനിൽ പെട്ടതാണെങ്കിലും അതിന്റെ പൊതുവായ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ബ്ലഡിലെ ഗ്ലൂക്കോസിന്റെ അളവ്, ഷുഗർ എന്ന് നാം സാമാന്യമായി പറയുന്ന ബ്ലഡിലെ ഗ്ലൂക്കോസിന്റെ അളവ് വർദ്ധിക്കുന്നു. ഡ്യൂ ടു ഇൻസുലിൻ ഡെഫിഷ്യൻസി, അതിന് കാരണം എന്ന് പറയുന്നത് ഇൻസുലിന്റെ കുറവാണ്. ഇൻസുലിൻ ഡെഫിഷ്യൻസി എന്ന് പറയുമ്പോൾ, കുറവ് എന്ന് പറയുമ്പോൾ ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ്, അളവിലും ഗുണത്തിലുമുള്ള ഇൻസുലിന്റെ കുറവ് കൊണ്ടാണ് ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറയുന്ന രോഗം ഉണ്ടാകുന്നത്. ഫാസ്റ്റിംഗ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ എബവ് 125 milligram per deciliter ആൻഡ് പോസ്റ്റ് പ്രാൻഡിയൽ ഗ്ലൂക്കോസ് കോൺസെൻട്രേഷൻ എബവ് 200 milligram per deciliter in 2 different occasions is suggestive of diabetes mellitus. ഇപ്പൊ ഗ്ലൂക്കോസിന്റെ അളവ് കൂടും എന്ന് പറഞ്ഞാൽ ആ അളവ് എത്രയിൽ കൂടുതൽ അല്ലെങ്കിൽ ഏത് ലെവലിൽ കൂടുതൽ എന്ന് സ്വാഭാവികമായിട്ടും നമുക്ക് സംശയം തോന്നാം. ഇപ്പൊ ഫാസ്റ്റിംഗ് ഗ്ലൂക്കോസ് ലെവൽ, ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഭക്ഷണം കഴിച്ചതിന് 8 മുതൽ 12 മണിക്കൂറിന് ശേഷം എടുക്കുന്ന ആ സാമ്പിളിനാണ് നാം ഫാസ്റ്റിംഗ് സാമ്പിൾ എന്ന് പറയുക. അങ്ങനെ ഫാസ്റ്റിംഗ് സാമ്പിൾ, ബ്ലഡ് സാമ്പിൾ കളക്ട് ചെയ്ത് അതിലെ ഗ്ലൂക്കോസിന്റെ അളവ് 125 മില്ലിഗ്രാമിൽ കൂടുതൽ. അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ചതിന് ശേഷം 1.5 മണിക്കൂറിനും 2 മണിക്കൂറിനും ഇടയിൽ കളക്ട് ചെയ്യുന്ന ആ സാമ്പിളിന് നാം പോസ്റ്റ് പ്രാൻഡിയൽ സാമ്പിൾ എന്നാണ് പറയുക. ഉദാഹരണം, 12 മണിക്ക് നാം നല്ല രീതിയിൽ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണം കഴിച്ചാൽ 1:30ക്കും 2 മണിക്കും ഇടയിൽ എടുക്കുന്ന സാമ്പിളിനെ നാം പോസ്റ്റ് പ്രാൻഡിയൽ സാമ്പിൾ എന്നാണ് പൊതുവെ വിവക്ഷിക്കുക. അപ്പൊ ഇത്തരത്തിലുള്ള പോസ്റ്റ് പ്രാൻഡിയൽ ഭക്ഷണത്തിന് ശേഷമുള്ള ഗ്ലൂക്കോസിന്റെ അളവ് 200 മില്ലിഗ്രാമിൽ കൂടുതലാകുക. ഈ പ്രകാരമുള്ള 2 അവസ്ഥകൾ ഒന്നിൽ കൂടുതൽ തവണ, ഏറ്റവും കുറഞ്ഞത് 2 തവണയെങ്കിലും സംഭവിച്ചാൽ നമുക്ക് ഡയബറ്റിസ് മെലിറ്റസ് ആണ് രോഗിക്ക് എന്ന് ഏകദേശം ഉറപ്പിക്കാൻ പറ്റും. ഒന്നുകൂടി ശ്രദ്ധിക്കുക, ഫാസ്റ്റിംഗ്, ഭക്ഷണം കഴിക്കാതെയുള്ള ഗ്ലൂക്കോസിന്റെ അളവ് 125 മില്ലിഗ്രാം 2 വ്യത്യസ്ത സമയങ്ങളിൽ എടുക്കുമ്പോൾ, 2 വ്യത്യസ്ത ഒക്കേഷൻസ്, 2 വ്യത്യസ്ത ദിവസങ്ങൾ എടുക്കുമ്പോൾ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ചതിന് ശേഷം 1.5-2 മണിക്കൂറിനുള്ളിൽ എടുക്കുന്ന പോസ്റ്റ് പ്രാൻഡിയൽ ഗ്ലൂക്കോസിന്റെ അളവ് 200 മില്ലിഗ്രാമിൽ കൂടുതൽ 2 വ്യത്യസ്ത അവസരങ്ങളിൽ രേഖപ്പെടുത്തുക. ഈ 2 രീതിയിലും അല്ലെങ്കിൽ ഈ 2 പാരാമീറ്റേഴ്സും ഒത്തുവരികയാണെങ്കിൽ നമുക്ക് ആ രോഗിക്ക് ഡയബറ്റിസ് മെലിറ്റസ് ആണ് എന്ന് പറയാൻ സാധിക്കും. ഹൈപ്പർഗ്ലൈസീമിയ ആൻഡ് ഗ്ലൈക്കോസ്യൂറിയ ആർ സീൻ ഇൻ ഡയബറ്റിസ് മെലിറ്റസ്. ഇപ്പൊ ഡയബറ്റിസ് മെലിറ്റസിൽ കാണുന്ന 2 അവസ്ഥകളാണ് ഹൈപ്പർഗ്ലൈസീമിയയും ഗ്ലൈക്കോസ്യൂറിയയും. അവ എന്താണെന്ന് നമുക്ക് നോക്കാം. ഹൈപ്പർഗ്ലൈസീമിയ, increased blood glucose level above normal level is called hyperglycemia. ഗ്ലൂക്കോസിന്റെ അളവ്, ബ്ലഡിലുള്ള ഗ്ലൂക്കോസിന്റെ അളവ്, അതായത് ഷുഗർ എന്ന് സാമാന്യമായി പറയുന്ന ആ ഗ്ലൂക്കോസിന്റെ അളവ് നോർമൽ ലെവലിനേക്കാൾ അധികമാണെങ്കിൽ
ആ കണ്ടീഷന് നാം പറയുന്നതാണ് ഹൈപ്പർ ഗ്ലൈസീമിയ. നോർമൽ ഫാസ്റ്റിംഗ് ബ്ലഡ് ഗ്ലൂക്കോസ് കോൺസെൻട്രേഷൻ FBS is 70 to 110 milligram per deciliter. ഫാസ്റ്റിംഗ് എന്താണെന്ന് മുമ്പ് ഞാൻ പറഞ്ഞു. ഭക്ഷണത്തിന് ശേഷം 8 മുതൽ 12 മണിക്കൂറിന് ഇടയിൽ എടുക്കുന്ന ആ സാമ്പിളിനെ നാം ഫാസ്റ്റിംഗ് സാമ്പിൾ എന്നാണ് പറയുക. അങ്ങനെ ആ ഫാസ്റ്റിംഗ് ബ്ലഡ് ഗ്ലൂക്കോസ് കോൺസെൻട്രേഷൻ 70-നും 110-നും ഇടയിലാണ് നോർമൽ ആയിട്ട് നാം പറയുക. FBS ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ, ഈ ഗ്ലൂക്കോസ് എന്നുള്ളതിന് മുൻകാലഘട്ടങ്ങളിൽ ഷുഗർ എന്നാണ് നാം ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ടാണ് FBS എന്ന് പറയുന്ന ടേം ഉപയോഗിക്കുക. ഇപ്പോഴും ആ ടേം ഉപയോഗിച്ച് കാണുന്നു. നോർമൽ പോസ്റ്റ് പ്രാൻഡിയൽ ബ്ലഡ് ഗ്ലൂക്കോസ് കോൺസെൻട്രേഷൻ PPBS is 70 to 140 milligram per deciliter. പോസ്റ്റ് പ്രാൻഡിയൽ എന്താണെന്ന് പറഞ്ഞിരുന്നു. നല്ലൊരു കാർബോഹൈഡ്രേറ്റ് മീലിന് ശേഷം 1.5-2 മണിക്കൂറിന് ഇടയിൽ എടുക്കുന്ന ആ സാമ്പിളിന് നാം പോസ്റ്റ് പ്രാൻഡിയൽ ബ്ലഡ് ഗ്ലൂക്കോസ് എന്ന് പറയും. ആ ബ്ലഡ് ഗ്ലൂക്കോസ് കോൺസെൻട്രേഷൻ 70-നും 140-നും ഇടയിലാണ് നോർമൽ ആയിട്ട് കാണുക. നോർമൽ റാൻഡം ബ്ലഡ് ഗ്ലൂക്കോസ് കോൺസെൻട്രേഷൻ, റാൻഡം എന്ന് കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത് ഈ ഫാസ്റ്റിംഗിലും അതുപോലെ തന്നെ PPBS-ലും ഉൾപ്പെടുത്താത്ത, അതിൽ രണ്ടിലും ഉൾപ്പെടാത്ത അവസ്ഥയിലുള്ള ആ സാമ്പിളുകളെയാണ് റാൻഡം സാമ്പിൾ എന്ന് പറയുന്നത്. ഇപ്പൊ ഫാസ്റ്റിംഗ് സാമ്പിൾ എടുക്കണമെങ്കിലും പോസ്റ്റ് പ്രാൻഡിയൽ സാമ്പിൾ എടുക്കണമെങ്കിലും പേഷ്യന്റിനോട് നാം മുൻകൂട്ടി പറയണം. ഭക്ഷണം കഴിക്കാനും കഴിക്കാതിരിക്കാനും ആവശ്യപ്പെടേണ്ടതായിട്ടുണ്ട്. പക്ഷെ മുൻകൂട്ടി നമ്മൾ ഇൻസ്ട്രക്ഷൻ കിട്ടാതെ ലാബിലേക്ക് വരുന്ന പേഷ്യന്റ്, ആ പേഷ്യന്റിനെ വന്ന ഉടനെ തന്നെ നാം കളക്ട് ചെയ്യുമ്പോൾ ആ സാമ്പിളിന് റാൻഡം സാമ്പിൾ, അതായത് പ്രത്യേകിച്ച് ഒരു ഇൻസ്ട്രക്ഷൻ ഒന്നും കൊടുക്കാതെ, ഭക്ഷണത്തിന്റെ നിർദ്ദേശങ്ങളൊന്നും കൊടുക്കാതെ, അത് അനുസരിക്കാതെ എടുക്കുന്ന ആ സാമ്പിളിനാണ് നാം റാൻഡം സാമ്പിൾ എന്ന് പറയുന്നത്. റാൻഡം സാമ്പിളിന്റെ നോർമൽ കോൺസെൻട്രേഷൻ 70 മുതൽ 140 മില്ലിഗ്രാം വരെ ആണ്. FBS ലെവൽ, ഫാസ്റ്റിംഗ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ബിറ്റ്വീൻ 100 and 125. അതുപോലെ PPBS between 140 and 200 are considered as pre-diabetic. മുമ്പ് സൂചിപ്പിച്ചു 125-ന് മുകളിൽ ഫാസ്റ്റിംഗും അതുപോലെ 200-ൽ മുകളിൽ PPBS-ഉം ആണെങ്കിൽ നാം അതിനെ ഡയബറ്റിക് എന്ന് പറയും. പക്ഷെ നോർമൽ ലെവൽ, ഇപ്പൊ ഫാസ്റ്റിംഗിന് നോർമൽ ലെവൽ 110 വരെ നോർമൽ ആണ് എങ്കിലും 100 മുതൽ 125 വരെയുള്ള ഈ ലെവൽ ഫാസ്റ്റിംഗ് ബ്ലഡ് ഗ്ലൂക്കോസ് ചെയ്യുമ്പോൾ ആ കോൺസെൻട്രേഷൻ 100-നും 125-നും ഇടയിലാണെങ്കിൽ നാം അത്തരം ആളുകളെ പ്രീ ഡയബറ്റിക്, അതായത് ഡയബറ്റിസ് മെലിറ്റസ് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾ എന്ന് കണക്കാക്കുന്നു. അവർ ഡയബറ്റിക് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, പ്രീ ഡയബറ്റിക് ഒരു സാധ്യത മാത്രം അവരിലുണ്ട്. അതേപോലെ പോസ്റ്റ് പ്രാൻഡിയൽ ബ്ലഡ് ഷുഗർ, ഭക്ഷണത്തിന് ശേഷമുള്ള ഗ്ലൂക്കോസ് കോൺസെൻട്രേഷൻ 140-നും 200-നും ഇടയിലാണെങ്കിൽ അത്തരക്കാരെയും നാം പ്രീ ഡയബറ്റിക് എന്ന് പറയുന്നു. ഗ്ലൈക്കോസ്യൂറിയ, എക്സ്ക്രീഷൻ ഓഫ് ഗ്ലൂക്കോസ് ഇൻ യൂറിൻ. യൂറിൻ അനാലിസിസിൽ നാം മനസ്സിലാക്കിയതാണ് എന്താണ് ഗ്ലൈക്കോസ്യൂറിയ എന്നുള്ളത്. നോർമൽ യൂറിനിൽ ഗ്ലൂക്കോസിന്റെ അംശം ഒട്ടും തന്നെ ഉണ്ടാവില്ല. അതിനാൽ തന്നെ നമുക്ക് പറയാം ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് യൂറിനിൽ കാണുന്ന ഒരു അബ്നോർമൽ കണ്ടന്റ് ആണ്. അങ്ങനെ യൂറിനിൽ ഗ്ലൂക്കോസ് പുറന്തള്ളുകയാണെങ്കിൽ ആ കണ്ടീഷനെ ഗ്ലൈക്കോസ്യൂറിയ എന്ന് നാം പറയുന്നു. When blood glucose level exceeds renal threshold 180 milligram per deciliter, glucose get excreted in urine. ബ്ലഡിലുള്ള ഗ്ലൂക്കോസിന്റെ അളവ് 180 മില്ലിഗ്രാമിൽ കൂടിയാൽ, ഡെസിലിറ്ററിൽ 180 മില്ലിഗ്രാമിൽ കൂടിയാൽ, നമുക്കറിയാം നോർമലി ഭക്ഷണത്തിന് ശേഷവും 140 വരെ വരാൻ പറ്റൂ. പക്ഷേ ആരിലെങ്കിലും ബ്ലഡ് ഗ്ലൂക്കോസിന്റെ അളവ് 180 മില്ലിഗ്രാമിൽ വർദ്ധിച്ചു കഴിഞ്ഞാൽ അങ്ങനെ വർദ്ധിച്ച അളവിലുള്ള ഗ്ലൂക്കോസ് യൂറിനിൽ കൂടി ശരീരം പുറന്തള്ളും. ആ കണ്ടീഷന് നാം പറയുന്ന പേരാണ് ഗ്ലൈക്കോസ്യൂറിയ. അപ്പോൾ ഹൈപ്പർ ഗ്ലൈസീമിയയും ഗ്ലൈക്കോസ്യൂറിയയും ഡയബറ്റിസ് മെലിറ്റസിന്റെ ലക്ഷണമായിട്ട് അല്ലെങ്കിൽ അതിൽ കാണുന്ന രണ്ട് അടയാളമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. സിംറ്റംസ് ഓഫ് ഡയബറ്റിസ് മെലിറ്റസ്. ഡയബറ്റിസ് മെലിറ്റസിന്റെ സിംറ്റംസ്, രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യപ്പെടുക, ഇപ്പൊ രോഗിക്ക് അനുഭവപ്പെടുന്നത് എന്തെല്ലാമാണ് നമുക്ക് നോക്കാം. ഒന്നാമത്തത് പോളിയൂറിയ. പോളിയൂറിയ എന്ന് പറഞ്ഞാൽ ഇൻക്രീസ്ഡ് യൂറിൻ ഔട്ട്പുട്ട്. യൂറിന്റെ വോളിയം നാം മനസ്സിലാക്കിയിട്ടുണ്ട്, 1 to 2 liters ആണ് നോർമൽ യൂറിന്റെ വോളിയം. ഈ ഒരു ദിവസം പുറന്തള്ളുന്ന യൂറിന്റെ അളവ്
നോർമലിനേക്കാൾ വളരെ വർദ്ധിക്കുകയാണെങ്കിൽ അതിന് നാം പറയുന്ന പേരാണ് പോളിയൂറിയ. ഈ പോളിയൂറിയ ഉണ്ടാകാനായിട്ടുള്ള കാരണം, ഡയബറ്റിസ് മെലിറ്റസിൽ പോളിയൂറിയ ഉണ്ടാകാനായിട്ടുള്ള കാരണം മുമ്പ് ഞാൻ സൂചിപ്പിച്ചിരുന്നു, ഗ്ലൈക്കോസ് യൂറിയയെ കുറിച്ച് സൂചിപ്പിച്ചിരുന്നു. യൂറിൽ കൂടി ഗ്ലൂക്കോസ് എക്സ്ക്രീറ്റ് ചെയ്യുന്നു. ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞാൽ അത് ഒരു സോളിഡ് സബ്സ്റ്റൻസ് ആണ്. ആ സോളിഡ് ആയിട്ടുള്ള ഗ്ലൂക്കോസ് യൂറിൽ കൂടി എക്സ്ക്രീറ്റ് ചെയ്യപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും ആ സോളിഡിനെ ഡിസോൾവ് ചെയ്ത് എക്സ്ക്രീറ്റ് ചെയ്യാനായി അതിന് ആനുപാതികമായിട്ട് ജലാംശം കൂടി വർദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതായത് കൂടുതൽ ഗ്ലൂക്കോസിനെ പുറന്തള്ളണം എന്നുണ്ടെങ്കിൽ അതിനെ ലയിപ്പിക്കാനായിട്ട് കൂടുതൽ ജലാംശം കൂടി ആവശ്യമായിട്ട് വരും. അപ്രകാരം യൂറിനിൽ കൂടി ഗ്ലൂക്കോസ് ധാരാളം പുറത്തു പോകുമ്പോൾ ആനുപാതികമായിട്ട് യൂറിന്റെ ജലാംശം വർദ്ധിക്കുന്നു. അങ്ങനെ യൂറിന്റെ അളവ് വർദ്ധിക്കുന്നു. ആ കണ്ടീഷന് നാം പറയുന്ന പേരാണ് പോളിയൂറിയ. രണ്ടാമത്തെ കണ്ടീഷനാണ് പോളിഫാജിയ, ഇൻക്രീസ്ഡ് അപ്പിറ്റൈറ്റ്, കൂടുതൽ വിശപ്പ് നമുക്ക് അനുഭവപ്പെടുന്നു. അപ്പോ ഇതിനുള്ള കാരണം, പ്രധാനമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത്, നമ്മുടെ ശരീരത്തില് ഗ്ലൂക്കോസിന്റെ അളവ് രക്തത്തിൽ വർദ്ധിച്ചു നിൽക്കുന്നു. പക്ഷെ നമ്മളുടെ കോശങ്ങൾക്ക് ഗ്ലൂക്കോസിനെ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്താനാകുന്നില്ല. കോശങ്ങൾക്ക് ഗ്ലൂക്കോസിനെ ഉപയോഗപ്പെടുത്താൻ ആകാതെ വരുമ്പോൾ ശരീരത്തിന് ക്ഷീണം അനുഭവപ്പെടുകയും ശരീരത്തിലെ നമ്മുടെ നെർവസ് സിസ്റ്റം നമ്മളോട് കൂടുതൽ ഭക്ഷണം കഴിക്കാനായിട്ട് ആവശ്യപ്പെടുകയും ചെയ്യും. യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് ഗ്ലൂക്കോസ് ബ്ലഡിലുണ്ട്, പക്ഷെ കോശങ്ങൾക്ക് അതിനെ ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നില്ല. ഡയബറ്റിസ് മെലിറ്റസിൽ സംഭവിക്കുന്നതാണ്. ഗ്ലൂക്കോസ് ഉണ്ട്, പക്ഷെ അതിനെ ഉപയോഗപ്പെടുത്താനാകുന്നില്ല. അപ്പോൾ ആ സാഹചര്യത്തില് നമ്മൾ നെർവസ് സിസ്റ്റം അനുഭവപ്പെടുന്നത് നമുക്ക് ഗ്ലൂക്കോസ് കുറവുണ്ട്, അല്ലെങ്കിൽ എനർജി കുറവുണ്ട്, കൂടുതൽ എനർജി ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ട് കൂടുതൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നമ്മൾ പ്രേരിപ്പിക്കുന്നു, വിശപ്പ് വർദ്ധിക്കുന്നു. ആ കണ്ടീഷനാണ് പോളിഫാജിയ, കൂടുതൽ ഭക്ഷണം കഴിക്കുന്ന അവസ്ഥ. അതാണ് പോളിഫാജിയ. മൂന്നാമത്തെ കണ്ടീഷൻ പോളിഡിപ്സിയ, ഇൻക്രീസ്ഡ് തേഴ്സ്റ്റ്, ദാഹം കൂടും. സ്വാഭാവികമായിട്ട് നമുക്കറിയാം, യൂറിന്റെ അളവ് വർദ്ധിക്കുമ്പോൾ, യൂറിൻ ഔട്ട്പുട്ട് കൂടുമ്പോൾ അതിനനുസരിച്ച് വെള്ളം കുടിക്കാനുള്ള ടെൻഡൻസി, ദാഹം നമുക്ക് വർദ്ധിക്കും. അതിനാണ് പോളിഡിപ്സിയ എന്ന് പറയുന്നത്. നാലാമത്തതായിട്ട് വെയിറ്റ് ലോസ്, പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ ഭക്ഷണം കഴിക്കുന്നു ആവശ്യത്തിന്, എങ്കിൽ തന്നെയും ശരീരത്തിന്റെ ഭാരം കുറയുന്ന അവസ്ഥ, അതിനാണ് നാം വെയിറ്റ് ലോസ് എന്ന് പറയുന്നത്. ഇത് സംഭവിക്കാനുള്ള കാരണം ഗ്ലൂക്കോസിനെ നമ്മളുടെ ശരീരത്തിന് വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല. ഗ്ലൂക്കോസിനെ ഉപയോഗിക്കാൻ സാധിക്കാത്തപ്പോൾ സ്വാഭാവികമായിട്ടും സംഭവിക്കുക എന്ന് പറയുന്നത്, ശരീരം മറ്റ് വസ്തുക്കളെ, നമ്മുടെ ശരീരത്തിലുള്ള മറ്റ് കോമ്പൗണ്ടുകളെ എനർജി ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും. പ്രധാനമായിട്ട് ഫാറ്റിനെ, കൊഴുപ്പിനെയാണ് ഉപയോഗിക്കുക. അങ്ങനെ കൊഴുപ്പിനെ ഉപയോഗിക്കുമ്പോൾ കൊഴുപ്പ് നമ്മുടെ ശരീരത്തിൽ നഷ്ടപ്പെടുമ്പോൾ അത് വെയിറ്റ് ലോസ് ആയിട്ട് മാറും. യഥാർത്ഥത്തിൽ നാം കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ് ശരീരത്തിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കാതെ അത് യൂറിനിൽ കൂടി പുറത്തേക്ക് പോകുന്നു. ഭക്ഷണം കഴിച്ചാലും ശരീരത്തിന് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഡെഫിഷ്യൻസി അനുഭവപ്പെടും. ആ ഡെഫിഷ്യൻസി, ഗ്ലൂക്കോസിൻ ഡെഫിഷ്യൻസി കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ശരീരം ഫാറ്റ് അല്ലെങ്കിൽ കൊഴുപ്പ് തുടങ്ങിയ മറ്റ് വസ്തുക്കളെ അമിതമായിട്ട് ആശ്രയിക്കും. അങ്ങനെ നമ്മുടെ ശരീരത്തിന് വെയിറ്റ് ലോസ് ഉണ്ടാകുന്നു. കാരണം നമ്മുടെ ശരീരത്തിൽ റിസർവ് ചെയ്തിരിക്കുന്ന ഭക്ഷ്യവസ്തുക്കളാണ് ഫാറ്റ് അല്ലെങ്കിൽ കൊഴുപ്പ് എന്ന് പറയുന്നത്. അതിനെ കൂടുതലായിട്ട് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ശരീരഭാരം നഷ്ടപ്പെടുന്നു. അപ്പോൾ ഡയബറ്റിസ് മെലിറ്റസിന്റെ പ്രധാന സിംറ്റംസ് ആണ് പോളിയൂറിയ, പോളിഫാജിയ, പോളിഡിപ്സിയ ആൻഡ് വെയിറ്റ് ലോസ്. ക്ലാസിഫിക്കേഷൻ ഓഫ് ഡയബറ്റിസ് മെലിറ്റസ്. ഡയബറ്റിസ് മെലിറ്റസിനെ എങ്ങനെയാണ് നമ്മൾ വർഗീകരിക്കുക? വ്യത്യസ്ത തരത്തിലുള്ള ഡയബറ്റിസ് മെലിറ്റസ്. ഞാൻ ആദ്യം സൂചിപ്പിച്ചു, ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് ഡിസീസ്. ഒരു കൂട്ടം രോഗങ്ങളാണ് ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറഞ്ഞാൽ. ആ കൂട്ടത്തിനെ നാം ക്ലാസിഫൈ ചെയ്യുന്നു പ്രധാനമായിട്ടും ടൈപ്പ് 1, ടൈപ്പ് 2, ജെസ്റ്റേഷണൽ, മൂന്നായിട്ടാണ് പ്രധാനമായിട്ടും ക്ലാസിഫൈ ചെയ്യുന്നത്. ടൈപ്പ് 1 ഡയബറ്റിസ് മെലിറ്റസ്. എന്താണ് ടൈപ്പ് 1 ഡയബറ്റിസ് മെലിറ്റസ്? പ്രീവിയസ്ലി കോൾഡ് ഇൻസുലിൻ ഡിപെൻഡന്റ് ഡയബറ്റിസ് മെലിറ്റസ്. മുൻകാലഘട്ടങ്ങളിൽ ഈ ഡയബറ്റിസ് മെലിറ്റസിനെ ഇൻസുലിൻ ഡിപെൻഡന്റ് ഡയബറ്റിസ് മെലിറ്റസ് എന്നാണ് പറഞ്ഞിരുന്നത്. എന്താണ് ഇൻസുലിന്റെ റോൾ? അത് നാം പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിലെ കാർബോഹൈഡ്രേറ്റുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഗ്ലൂക്കോസ്. കോശങ്ങളുടെ അനുദിന ഊർജ ആവശ്യങ്ങൾക്ക് വേണ്ടി, എനർജി നീഡിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഗ്ലൂക്കോസിനെയാണ്.
നമ്മളുടെ ഭക്ഷണത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ടന്റും ഗ്ലൂക്കോസ് ആണ്. ചോറായാലും ഇഡ്ഡലിയോ ദോശയോ ആ രീതിയിലുള്ള ഭക്ഷണം ഏത് കഴിച്ചാലും അതിൽ പ്രധാനമായിട്ട് കാണുന്ന കണ്ടന്റ് എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് ആണ്. ഈ ഗ്ലൂക്കോസ് നമ്മളുടെ ഇൻറ്റസ്റ്റൈനിൽ ഡൈജഷൻ പൂർത്തിയായി ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്യുന്നു. ഇങ്ങനെ അബ്സോർബ് ചെയ്യുന്ന ഈ ഗ്ലൂക്കോസ് എനർജി ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ കോശങ്ങളിലേക്ക് പ്രവേശിക്കണം. ബ്ലഡിൽ കൂടി ഒഴുകി നടന്നാൽ നമുക്ക് ആവശ്യത്തിന് എനർജി കിട്ടില്ല. ബ്ലഡിൽ നിന്നും ശരീരത്തിന്റെ വിവിധ പ്രദേശങ്ങളിലുള്ള വിവിധ സ്ഥലങ്ങളിലുള്ള കോശങ്ങളിലേക്ക് പ്രവേശിക്കണം. അങ്ങനെ കോശങ്ങളിലേക്ക് ഗ്ലൂക്കോസിനെ പ്രവേശിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഹോർമോൺ ആണ് ഇൻസുലിൻ. ഈ ഇൻസുലിൻ നമുക്കറിയാം, ഇൻസുലിനെ സെക്രീറ്റ് ചെയ്യുന്നത് പാൻക്രിയാസ് എന്ന് പറയുന്ന ഗ്ലാൻഡ് ആണ്. പാൻക്രിയാസ് ഗ്ലാൻഡിൽ കാണുന്ന ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലെ ബീറ്റ സെൽസ് ആണ്. ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിൽ കാണുന്ന ബീറ്റ സെൽസ് ആണ് ഇൻസുലിനെ സെക്രീറ്റ് ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മളുടെ അബ്ഡോമിനൽ ക്യാവിറ്റിയിൽ കാണുന്ന ഒരു എൻഡോക്രൈൻ എക്സോക്രൈൻ മിക്സ്ഡ് ഗ്ലാൻഡ് ആണ് പാൻക്രിയാസ്. ആ പാൻക്രിയാസിലെ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിൽ കാണപ്പെടുന്ന ബീറ്റ സെൽസ് ആണ് ഇൻസുലിൻ എന്ന് പറയുന്ന ഈ ഹോർമോണിനെ സെക്രീറ്റ് ചെയ്യുന്നത്. ഈ ഇൻസുലിൻ, ഈ ഹോർമോൺ ആണ് ബ്ലഡിൽ നിന്നും ഗ്ലൂക്കോസിനെ സെല്ലുകളിലേക്ക്, കോശങ്ങളിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്. അപ്പോൾ ഈ ഇൻസുലിന്റെ ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ, ഇൻസുലിന്റെ കുറവ് വന്നു കഴിഞ്ഞാൽ ബ്ലഡിലുള്ള ഗ്ലൂക്കോസിന് നമ്മളുടെ കോശങ്ങളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയില്ല. പകരം ബ്ലഡിൽ ഗ്ലൂക്കോസിന്റെ അളവ് വർദ്ധിക്കുന്നു. ബ്ലഡിന് ഗ്ലൂക്കോസിന്റെ അളവ് വർദ്ധിക്കുന്നതിനെയാണ് നാം ഹൈപ്പർഗ്ലൈസീമിയ എന്ന് പറയുന്നത്. തൽഫലമായിട്ട് ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറയുന്ന രോഗം ഉണ്ടാകുന്നു. ഇപ്പോൾ ടൈപ്പ് 1 ഡയബറ്റിസ് മെലിറ്റസിനെ മുൻകാലഘട്ടങ്ങളിൽ ഇൻസുലിൻ ഡിപെൻഡന്റ് ഡയബറ്റിസ് മെലിറ്റസ് എന്നാണ് പറഞ്ഞിരുന്നത്. Absolute deficiency of insulin due to destruction of beta cells of islets of Langerhans of pancreas due to action of autoimmune antibodies. ഈ രോഗത്തിന്റെ കാരണം എങ്ങനെയാണ് ഈ ടൈപ്പ് 1 ഡയബറ്റിസ് മെലിറ്റസ് ഉണ്ടാകുന്നത് എന്ന് നമുക്ക് നോക്കാം. ടൈപ്പ് 1 ഡയബറ്റിസ് മെലിറ്റസിൽ സംഭവിക്കുന്നത് എന്ന് പറയുന്നത് ഈ ഇൻസുലിൻ സെക്രീറ്റ് ചെയ്യുന്ന കോശങ്ങളെ, പാൻക്രിയാസിനുള്ളില് ഇൻസുലിൻ സെക്രീറ്റ് ചെയ്യുന്ന കോശങ്ങളെ ഓട്ടോ ഇമ്മ്യൂൺ ആന്റിബോഡീസ് നശിപ്പിക്കുന്നു. ഓട്ടോ ഇമ്മ്യൂൺ ആന്റിബോഡി എന്ന് പറഞ്ഞാൽ, ആന്റിബോഡി എന്താണെന്ന് നിങ്ങൾക്കറിയാം, നമ്മുടെ ശരീരം ഉൽപ്പാദിപ്പിക്കുന്ന പ്രതിരോധ തന്മാത്രകളെയാണ് ആന്റിബോഡികൾ എന്ന് പറയുന്നത്. ശരീരത്തിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഈ ആന്റിബോഡികൾ വഴിയാണ് പ്രധാനമായിട്ട് നടക്കുക. ഓട്ടോ ഇമ്മ്യൂൺ ആന്റിബോഡി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ശരീരത്തിലെ ചില വസ്തുക്കൾക്കെതിരെ ആന്റിബോഡി ഫോം ചെയ്യും. നമ്മളുടെ ശരീരം തന്നെ നമ്മളുടെ ശരീരത്തിന്റെ പല ഘടകങ്ങളെ നശിപ്പിക്കുന്ന അവസ്ഥ, അതാണ് നാം ഓട്ടോ ഇമ്മ്യൂൺ ആന്റിബോഡി എന്ന് പറയുന്നത്. ഈ ടൈപ്പ് 1 ഡയബറ്റിസ് മെലിറ്റസ് ഉണ്ടാകുന്ന ആളുകളിൽ പ്രധാനമായിട്ട് സംഭവിക്കുന്നത് നമ്മളുടെ ശരീരം തന്നെ ഈ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലെ ബീറ്റ സെൽസിനെ നശിപ്പിക്കുന്നു. അങ്ങനെ നശിപ്പിച്ചു കഴിയുമ്പോൾ ഇൻസുലിന്റെ പ്രൊഡക്ഷൻ കുറയും, ഇൻസുലിന്റെ അളവ് കുറയും. ഇൻസുലിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലൂക്കോസിന്റെ അളവ് ബ്ലഡിൽ വർദ്ധിക്കുകയും ഹൈപ്പർഗ്ലൈസീമിയയും ഗ്ലൈക്കോസ്യൂറിയയും ഉണ്ടായി അങ്ങനെ അദ്ദേഹത്തിന്, ആ രോഗിക്ക് ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറയുന്ന രോഗം ഉണ്ടാകുകയും ചെയ്യുന്നു. അപ്പോൾ ടൈപ്പ് 1 ഡയബറ്റിസ് മെലിറ്റസിൽ പ്രധാനമായിട്ട് സംഭവിക്കുന്നത് ഇൻസുലിനെ സെക്രീറ്റ് ചെയ്യുന്ന ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലെ ബീറ്റ കോശങ്ങളെ നമ്മുടെ ശരീരത്തിലെ ആന്റിബോഡികൾ നശിപ്പിക്കുന്നു. Viral infections, toxins, environmental factors, etc. trigger autoimmune antibody production in genetically susceptible persons. Genetically susceptible person എന്ന് പറഞ്ഞാൽ ഈ രോഗം പാരമ്പര്യമായിട്ട്, അതായത് ജീനുകൾ മീഡിയേറ്റ് ചെയ്യപ്പെടുന്ന ഒന്നാണ്. അതായത് നമ്മളുടെ ക്രോമസോം 6ൽ മനുഷ്യ ശരീരത്തിലുള്ള ക്രോമസോമുകളുടെ എണ്ണം നമുക്കറിയാം. അതില് ക്രോമസോം നമ്പർ 6ൽ കാണപ്പെടുന്ന ചില ജീനുകൾ ഈ ടൈപ്പ് 1 ഡയബറ്റിസ് മെലിറ്റസിന് കാരണമാകും. ഇങ്ങനെയുള്ള ജീനുകൾ ആ ഡയബറ്റിസ് മെലിറ്റസിന് പ്രീഡിസ്പോസിംഗ് ആയിട്ടുള്ള, ഉണ്ടാക്കാൻ സാധ്യതയുള്ള ആ ജീനുകൾ ഉള്ള ആളുകളില് വൈറൽ ഇൻഫെക്ഷൻസ്, ടോക്സിൻസ്, എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ഇവ ഉണ്ടായി കഴിയുമ്പോൾ ആന്റിബോഡീസ് ഫോം ചെയ്യും. അപ്പൊ ജനറ്റിക്കലി സസെപ്റ്റബിൾ എന്ന് പറഞ്ഞാൽ ഈ രോഗം ഉണ്ടാകാൻ പാരമ്പര്യമായിട്ട് ജീനുകളിൽ സാധ്യതയുള്ള ആളുകളിൽ
വൈറൽ ഇൻഫെക്ഷൻസ്, പ്രത്യേക രീതിയിലുള്ള വൈറൽ ഇൻഫെക്ഷൻസ് ആണ്, ചില എൻട്രോ വൈറസുകളാണ്. അങ്ങനെയുള്ള വൈറൽ ഇൻഫെക്ഷൻസ് വരിക, ചില ടോക്സിൻസ്, മറ്റു ചില വിഷവസ്തുക്കൾ ശരീരത്തിലേക്ക് എത്തുക, എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നാം കഴിക്കുന്ന ഫുഡിലുള്ള ഘടകങ്ങളൊക്കെ അതിൽ ഉൾപ്പെടും. ഒരു ഉദാഹരണം പറഞ്ഞാല് കൗ മിൽക്കിലുള്ള, പശുവും പാലിലുള്ള പ്രോട്ടീൻ, ഒരുതരം പ്രോട്ടീനുകളുണ്ട്, കേസിനിൽ ഉൾപ്പെടുന്ന പ്രോട്ടീനുകളുണ്ട്. ആ ചില പ്രോട്ടീനുകൾ, അത്തരത്തിലുള്ള പ്രോട്ടീനുകൾ ഇവ നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഈ ഓട്ടോ ഇമ്മ്യൂൺ ആന്റിബോഡികൾ സെക്രീറ്റഡ് ആകാം. നോർമൽ ആയിട്ടുള്ള എല്ലാ ആളുകളിലും ഇത് സംഭവിക്കില്ല. ഇങ്ങനെ ഡയബറ്റിസ് മെലിറ്റസ് ഉണ്ടാകാൻ സാധ്യതയുള്ള ജീനുകളുള്ള ആളുകളിൽ, ഞാൻ പറഞ്ഞു 6-ാം നമ്പർ ക്രോമസോമിലാണ് അത്രയും ജീനുകൾ ഉള്ളത്, അങ്ങനെയുള്ള ആ ആളുകൾക്ക് വൈറൽ ഇൻഫെക്ഷൻസോ ചിലതരത്തിലുള്ള ടോക്സിൻസോ അതല്ലെങ്കിൽ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ കൗ മിൽക്കിൽ കാണുന്ന പ്രോട്ടീൻ പോലെയുള്ള ചില എൻവയോൺമെന്റൽ ഫാക്ടേഴ്സോ സംഭവിച്ചു കഴിഞ്ഞാൽ അവരുടെ ബ്ലഡില് ഈ ഓട്ടോ ഇമ്മ്യൂൺ ആന്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഓട്ടോ ഇമ്മ്യൂൺ ആന്റിബോഡികൾ ഈ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലെ ബീറ്റാ സെൽസ് നശിപ്പിക്കും. അങ്ങനെ ഇൻസുലിന്റെ അളവ് അവരുടെ ശരീരത്തിൽ കുറഞ്ഞു പോകുന്നു. മറ്റൊന്ന്, ഇഡിയോപ്പതിക് വിത്ത് അൺനോൺ ഇറ്റിയോളജി ഈസ് ഓൾസോ സീൻ. ഈ കാരണങ്ങളൊന്നും അല്ലാത്ത, നമുക്ക് മനസ്സിലാവാത്ത ചില കാരണങ്ങൾ കൊണ്ടും ടൈപ്പ് 1 ഡയബറ്റിസ് മെലിറ്റസ് ഉണ്ടാകാറുണ്ട്. ഇൻസുലിൻ തെറാപ്പി ഈസ് യൂസ്ഡ് ഫോർ ട്രീറ്റ്മെന്റ്. ഇങ്ങനെയുള്ള രോഗികളിൽ നമുക്കറിയാം ഇൻസുലിന്റെ അളവ് കുറഞ്ഞു പോകുന്നു, ചില സമയത്ത് അത് വളരെ കുറഞ്ഞു പോകുന്നു. അപ്പോൾ അവരുടെ ശരീരത്തിൽ ഇൻസുലിൻ പ്രൊഡക്ഷൻ തീരെ ഇല്ലാതാവുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. ഇവരെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, നമ്മൾ ശരീരത്തിൽ ഇൻസുലിൻ ഇഞ്ചക്ഷൻ കൊടുക്കുക. പുറമേ നിന്നും ഇൻസുലിൻ ഇഞ്ചക്ഷൻ കൊടുത്ത് ആ ഇൻസുലിൻ ഇഞ്ചക്ഷൻ കൊണ്ട് മാത്രമേ ഇങ്ങനെയുള്ള ആളുകൾക്ക് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇതാണ് ടൈപ്പ് 1 ഡയബറ്റിസ് മെലിറ്റസിന്റെ കാര്യങ്ങൾ. ജുവനൈൽ ഡയബറ്റിസ് മെലിറ്റസ്. The type 1 diabetes mellitus in children is called juvenile diabetes mellitus. കുട്ടികളിൽ ഈ പറയുന്ന ടൈപ്പ് 1 ഡയബറ്റിസ് മെലിറ്റസ്, പാൻക്രിയാസിലെ കോശങ്ങൾ നശിച്ചു ഉണ്ടാകുന്ന ടൈപ്പ് 1 ഡയബറ്റിസ് മെലിറ്റസ് ചെറിയ കുട്ടികളിൽ ഉണ്ടാകുകയാണെങ്കിൽ അതിന് നാം ജുവനൈൽ ഡയബറ്റിസ് മെലിറ്റസ് എന്നാണ് വിളിക്കുക. കുട്ടികളിൽ കാണുന്ന ഡയബറ്റിസ് മെലിറ്റസ് ആണ് ജുവനൈൽ ഡയബറ്റിസ് മെലിറ്റസ്. ടൈപ്പ് 1 can occur at any age. ഈ ടൈപ്പ് 1 ഡയബറ്റിസ് മെലിറ്റസ് ഏത് പ്രായത്തിലും ഉണ്ടാകാം. അത് കുട്ടികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ ജുവനൈൽ ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറയുന്നു എന്ന് മാത്രം. രണ്ടാമത് ടൈപ്പ് 2 ഡയബറ്റിസ് മെലിറ്റസ്. ടൈപ്പ് 2 previously called non-insulin dependent or maturity onset diabetes mellitus. മുൻകാലഘട്ടങ്ങളിൽ ഇതിന് പറഞ്ഞിരുന്നത് നോൺ ഇൻസുലിൻ ഡിപെൻഡന്റ് അഥവാ അല്ലെങ്കിൽ maturity onset diabetes mellitus എന്നായിരുന്നു. ഇപ്രകാരം പേര് പറയാൻ കാരണം ടൈപ്പ് 1 നമുക്കറിയാം ഇൻസുലിന്റെ പ്രൊഡക്ഷൻ ശരീരത്തിൽ കുറഞ്ഞു പോകുന്നു, അത് ഇല്ലാതാകുന്നു. പക്ഷെ ഇവിടെ ഇൻസുലിന്റെ പ്രൊഡക്ഷൻ പൂർണ്ണമായിട്ട് ഇല്ലാതാകുന്നില്ല. ഇൻസുലിന്റെ പ്രൊഡക്ഷൻ ശരീരത്തിൽ നടക്കുന്നുണ്ട്, പക്ഷേ അത് ശരീരത്തിന് വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്താൻ മതിയാവാതെ വരുന്നു. അതാണ് കാരണം. അതുകൊണ്ട് അതിനെ നോൺ ഇൻസുലിൻ ഡിപെൻഡന്റ്, കാരണം ഇൻസുലിൻ ശരീരത്തിലുണ്ട്, പുറമേ നിന്ന് ഇൻസുലിൻ കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിൽ നോൺ ഇൻസുലിൻ ഡയബറ്റിസ് മെലിറ്റസ് മുമ്പ് പറയാറുണ്ടായിരുന്നു. പക്ഷെ നമുക്കറിയാം ഈ രോഗവും മൂർച്ഛിച്ചു കഴിഞ്ഞാൽ ഇൻസുലിൻ കൊടുക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ഈ നോൺ ഇൻസുലിൻ ഡിപെൻഡന്റ് സമീപ കാലഘട്ടങ്ങളിൽ മോഡേൺ ആയിട്ട് ഉള്ള ടെർമിനോളജി നമ്മൾ ഉപയോഗിക്കാറില്ല. മച്യൂരിറ്റി ഓൺസെറ്റ് ഡയബറ്റിസ് മെലിറ്റസ് ഇപ്രകാരം പറയാനായിട്ടുള്ള കാരണം പ്രധാനമായിട്ട് ടൈപ്പ് 2 ഡയബറ്റിസ് മെലിറ്റസ് ഒരു 35-40 വയസ്സിന് ശേഷമാണ് സാധാരണ ആളുകളെ കാണാറുള്ളത്. അതുകൊണ്ട് അതിന് മച്യൂരിറ്റി ഓൺസെറ്റ് ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറയുന്നു. പക്ഷെ ഇതൊരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആയതുകൊണ്ട്, ലൈഫ് സ്റ്റൈലുമായിട്ട് വളരെ ബന്ധപ്പെട്ട രോഗമായതുകൊണ്ട് മാറിയ കാലഘട്ടങ്ങളിൽ കുട്ടികളിലും അല്ലെങ്കിൽ അഡോൾസൻസിലും അതല്ലെങ്കിൽ യങ് അഡൽട്സിലും ഒക്കെ ഈ രോഗം കാണാറുണ്ട്. അതുകൊണ്ട് ഈ രണ്ട് ടേമുകളും ഇപ്പോൾ ഉപയോഗിക്കുന്നത് അത്ര അഭികാമ്യമല്ല. എങ്കിലും ചില ആളുകളെങ്കിലും ഈ ടേം ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ട് ഇതുകൂടി നാം മനസ്സിലാക്കിയിരിക്കണം. മുമ്പ് അതിനെ നോൺ ഇൻസുലിൻ ഡിപെൻഡന്റ് എന്നും അല്ലെങ്കിൽ മച്യൂരിറ്റി ഓൺസെറ്റ് ഡയബറ്റിസ് മെലിറ്റസ് എന്നും പറഞ്ഞിരുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. Insulin resistance of cell or decreased secretion of insulin leads to type 2 diabetes mellitus. ടൈപ്പ് 1 നമുക്കറിയാമായിരുന്നു ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലാൻഡുകൾ നശിച്ചു പോയിട്ട് ഇൻസുലിന്റെ കുറവായിരുന്നു കാരണം. പക്ഷെ ഇവിടെ കാരണം ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് പ്രധാനമായിട്ടും. ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പ് സൂചിപ്പിച്ചിരുന്നു, കോശങ്ങൾക്ക് ഉള്ളിലേക്ക് ഗ്ലൂക്കോസ് പ്രവേശിക്കണം എന്നുണ്ടെങ്കിൽ ഇൻസുലിൻ കൂടിയേ തീരും. ഇൻസുലിൻ സിഗ്നലിംഗ് വഴിയാണ് കോശങ്ങളിലേക്ക് ഗ്ലൂക്കോസ് പ്രവേശിക്കുന്നത്. പക്ഷെ കോശങ്ങൾ ഇൻസുലിനെ റെസിസ്റ്റ് ചെയ്യുക, ഇൻസുലിന്റെ ആക്ഷനെ കോശങ്ങൾ തടയുക. അതായത് ഇൻസുലിന് ഈ കോശങ്ങൾക്ക് ഉള്ളിലേക്ക് ഗ്ലൂക്കോസിനെ
കയറ്റി വിടുന്നത് കോശങ്ങൾ തടയുന്ന ഒരു അവസ്ഥ, അതിനാണ് നാം ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കറിയാം കോശങ്ങൾക്കുള്ളിലേക്ക് ഗ്ലൂക്കോസിന് പ്രവേശിക്കാനാവില്ല, ഗ്ലൂക്കോസ് രക്തത്തിൽ തന്നെ നിലനിൽക്കും. അപ്പോൾ ഹൈപ്പർഗ്ലൈസീമിയ, അതോടുകൂടി ഡയബറ്റീസ് മെലിറ്റസ് ഉണ്ടാകും. അതൊരു കാരണം. രണ്ടാമത് ഡിക്രീസ്ഡ് സെക്രീഷൻ ഓഫ് ഇൻസുലിൻ, ഇൻസുലിന്റെ അളവ് കുറവുണ്ടാകുക. അതിന് കാരണം എന്ന് പറയുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു കോശങ്ങൾക്കുള്ളിലേക്ക് ഗ്ലൂക്കോസ് പ്രവേശിക്കില്ല, ഗ്ലൂക്കോസ് രക്തത്തിൽ നിലനിൽക്കും, രക്തത്തിലുള്ള ഗ്ലൂക്കോസിന്റെ അളവ് കൂടും. രക്തത്തിലുള്ള ഗ്ലൂക്കോസിന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ അത് പാൻക്രിയാസ് ഗ്ലാൻഡിനെ ബാധിക്കും. രക്തത്തിലുള്ള ഗ്ലൂക്കോസ് നിരന്തരം ഹൈ ആയി നിന്ന് കഴിഞ്ഞാൽ പാൻക്രിയാസ് ഗ്ലാൻഡിന് നാശം സംഭവിച്ച് ഇൻസുലിൻ സെക്രീറ്റ് ചെയ്യാനുള്ള കഴിവ് കുറഞ്ഞു പോകുന്നു. അപ്പോൾ നാച്ചുറൽ ആയിട്ട് ഇൻസുലിന്റെ സെക്രീഷനും കുറയുന്നു. അപ്പോൾ സെൽ റെസിസ്റ്റൻസിന്റെ ഭാഗമായിട്ട് ഗ്ലൂക്കോസിന്റെ അളവ് കൂടുമ്പോൾ അത് പാൻക്രിയാസ് ഗ്ലാൻഡിനെ ബാധിക്കുകയും പാൻക്രിയാസ് ഗ്ലൂക്കോസിനെ ഇൻസുലിനെ സെക്രീറ്റ് ചെയ്യുന്നത് കുറയുകയും ചെയ്യുന്നു. ഇത് രണ്ടും പരസ്പരം ബന്ധപ്പെട്ടതാണ്. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ടൈപ്പ് 2 ഡയബറ്റീസ് മെലിറ്റസ് പ്രധാനമായിട്ട് ഉണ്ടാകുക. ഒന്ന് ഇൻസുലിൻ റെസിസ്റ്റൻസ്, രണ്ടാമത്തത് ഡിക്രീസ്ഡ് സെക്രീഷൻ ഓഫ് ഇൻസുലിൻ. ഇതിനുള്ള കാരണമായിട്ട് പറയുന്ന വസ്തുക്കൾ ഒന്ന് ജനറ്റിക് ഫാക്ടേഴ്സ് ആണ്, പാരമ്പര്യ ഘടകങ്ങളാണ്. ഇൻസുലിൻ റെസിസ്റ്റൻസ് കോശങ്ങൾ ഉണ്ടാവാനായിട്ട് പാരമ്പര്യ ഘടകങ്ങളുണ്ട്. തലമുറ, അതായത് പേരൻസിനൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾക്കും സിബ്ലിങ്സിനും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത ആ രീതിയിൽ തലമുറകളിലേക്ക് പകർന്നു കിട്ടുന്നു ഒന്ന്. പിന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ടുണ്ടാകുന്ന ഓവർ വെയിറ്റ്, ഒബിസിറ്റി, ലാക്ക് ഓഫ് എക്സർസൈസ്, വ്യായാമം ചെയ്യാത്തൊരവസ്ഥ, ഇനാക്ടിവിറ്റി, സെഡൻഡറി ആയിട്ട് നമ്മൾ തീരെ ശാരീരികമായിട്ടുള്ള മൂവ്മെന്റ്സ് ഇല്ലാതെ ചില ജോലികളുടെ ഭാഗമായിട്ടൊക്കെ അങ്ങനെ സംഭവിക്കുക. അത് സ്ട്രെസ്, മാനസിക സമ്മർദ്ദം, എക്സസ് ബോഡി ഫാറ്റ്, ശരീരത്തിൽ അമിതമായിട്ടുള്ള ഫാറ്റിന്റെ പ്രസൻസ്, ഇതുകൊണ്ടൊക്കെ നമുക്ക് ഈ ടൈപ്പ് 2 ഡയബറ്റീസ് മെലിറ്റസ് ഉണ്ടാകാം. അപ്പോ അത് ഇൻസുലിൻ റെസിസ്റ്റൻസും അതുപോലെ ഇൻസുലിന്റെ പ്രൊഡക്ഷനുള്ള കുറവുമാണ് ഡയബറ്റീസ് മെലിറ്റസിലേക്ക് നയിക്കുന്നത്. അപ്രകാരം ഉണ്ടാകാനുള്ള കാരണങ്ങൾ, ഇൻസുലിൻ റെസിസ്റ്റൻസിനും ഡിക്രീസ് സെക്രീഷനും ഉണ്ടാവാനായിട്ടുള്ള കാരണങ്ങളായിട്ട് ജനറ്റിക് ഫാക്ടേഴ്സ് ഉണ്ട്, പാരമ്പര്യമായിട്ട് ജീനിൽ ഉണ്ടാകുന്ന ചില മാറ്റങ്ങൾ, ഓവർ വെയിറ്റ്, ഒബിസിറ്റി. അപ്പൊ ഈ ഓവർ വെയിറ്റിലൊക്കെ സംഭവിക്കുക എന്ന് പറയുന്നത് സെല്ലിന് ഉള്ളില് എനർജിക്ക് വേണ്ടിയിട്ട് അധികം അത് ഫാറ്റിന് ഉപയോഗിക്കും, കൊഴുപ്പിന് ഉപയോഗിക്കും. അങ്ങനെ കൊഴുപ്പിന് ഉപയോഗിച്ച് കഴിയുമ്പോൾ ഈ ഗ്ലൂക്കോസ് ഉപയോഗിക്കാനുള്ള സാധ്യത കുറവാണ്. അപ്പൊ ഗ്ലൂക്കോസ് ബ്ലഡിൽ തന്നെ നിലനിൽക്കും. ഗ്ലൂക്കോസ് ബ്ലഡിൽ തന്നെ നിലനിന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം ബ്ലഡിലുള്ള ഗ്ലൂക്കോസിന്റെ അളവ് കൂടും, അത് ഡയബറ്റീസ് മെലിറ്റസ് ആയിട്ട് മാറും. അതുപോലെ ലാക്ക് ഓഫ് എക്സർസൈസ് ചെയ്യാതിരിക്കുമ്പോൾ സംഭവിക്കുന്നത് ഗ്ലൂക്കോസിന്റെ ഉപയോഗം ശരീരത്തിൽ ആവശ്യത്തിന് ഉപയോഗം കുറയുമ്പോൾ ഗ്ലൂക്കോസ് കെട്ടിക്കിടക്കും. അത് മാത്രമല്ല എക്സർസൈസ് ചെയ്യാത്തൊരവസ്ഥയിൽ സെല്ലിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഫ്രീ ഫാറ്റി ആസിഡ്, സെല്ലിനുള്ളിൽ കാണുന്ന ഫാറ്റി ആസിഡ്, കൊഴുപ്പിന്റെ കണങ്ങളെയൊക്കെയാണ് അത് ഉപയോഗപ്പെടുത്തുക. പിന്നെ മറ്റൊരു കാരണം എന്ന് പറയുന്നത് ഗ്ലൈക്കോജൻ, ബോഡിയിൽ ആവശ്യമായ ഗ്ലൈക്കോജന്റെ ഫോർമേഷൻ, അതായത് ഗ്ലൂക്കോസ് കെട്ടിക്കിടക്കുമ്പോൾ അത് കൂടുതൽ ഗ്ലൈക്കോജൻ ആയിട്ട് അത് മാറി സ്റ്റോർ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. അപ്പൊ ഗ്ലൈക്കോജൻ ശരീരത്തിൽ എപ്പോഴും ഗ്ലൂക്കോസ് ഇങ്ങനെ സ്റ്റോർ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. അപ്പോ ആ ഗ്ലൈക്കോജൻ ഏതെങ്കിലും രീതിയിൽ ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ വീണ്ടും ഗ്ലൂക്കോസ് ആണ് കിട്ടുക. ആ ഗ്ലൂക്കോസ് ബ്ലഡിലേക്ക് കലരുകയും ചെയ്യും, ടിഷ്യൂലേക്ക് വീണ്ടും കലരുകയും ചെയ്യും. അപ്പോൾ എക്സർസൈസ് ചെയ്യുകയാണെങ്കിൽ, നാം സിവിയർ ആയിട്ട് എക്സർസൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഗ്ലൂക്കോസിന്റെ അളവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഗ്ലൂക്കോസിനെ കൂടുതൽ സെല്ലുകൾ ഉപയോഗപ്പെടുത്തും. അപ്പൊ ബ്ലഡിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുറയുന്നു. ഇനാക്ടിവിറ്റിയിൽ സംഭവിക്കുന്നതാണ് ഗ്ലൂക്കോസ് ആവശ്യത്തിന്, അതല്ലെങ്കിൽ നമ്മളുടെ ഗ്ലൂക്കോസിനനുസരിച്ചുള്ള ഒരു ശരീരത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കൂടുന്നതിനനുസരിച്ച് എനർജി നീഡ് നമ്മുടെ ശരീരത്തിന് വരുന്നില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഗ്ലൂക്കോസ് ബ്ലഡിൽ തന്നെ തുടരാനായിട്ട് കാരണമാകും. മെന്റൽ സ്ട്രെസ് വരുമ്പോഴും ഇതേപോലെ തന്നെയാണ് സംഭവിക്കുക. എക്സസ് ബോഡി ഫാറ്റ് സംഭവിക്കുന്ന ഞാൻ മുമ്പ് സൂചിപ്പിച്ചു. മസിലിന്റെ ഇടയിലൊക്കെ ഫാറ്റ് ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിൽ ആ ഫാറ്റിനെ ആയിരിക്കും മസിൽ എനർജിക്ക് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യുക. അപ്പൊ നമ്മുടെ ബ്ലഡിലുള്ള ഗ്ലൂക്കോസ് അവിടെ തന്നെ അത് തുടരുന്നു. അപ്പൊ ഈ കാരണങ്ങൾ കൊണ്ട് ഗ്ലൂക്കോസിന്റെ ഉപയോഗം കുറയാം. ജനറ്റിക് ഫാക്ടേഴ്സ് സംഭവിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെൽ മെമ്പറൈൻ, അതായത് സെൽ മെമ്പറൈനിൽ ബ്ലഡിൽ നിന്നും സെൽ മെമ്പറൈൻ കടന്ന് സെല്ലിനുള്ളിലേക്ക് പ്രവേശിക്കണം എന്നുണ്ടെങ്കിൽ ഇൻസുലിന്റെ സഹായം വേണം. പക്ഷെ ആ ഇൻസുലിനെ റെസിസ്റ്റ് ചെയ്യുന്നു. ആ ഇൻസുലിനെ ഈ കോശം റെസിസ്റ്റ് ചെയ്യും. അതായത് ഈ ഗ്ലൂക്കോസിനെ ഉള്ളിലേക്ക് കടത്തുന്ന പ്രോസസ്സ് സെല്ലുകൾ തടയുന്നു. അതിനാണ് നാം ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൊണ്ടും
ഗ്ലൂക്കോസിന്റെ ഇൻസുലിന്റെ പ്രൊഡക്ഷൻ കുറയുന്നത് കൊണ്ടുമാണ് ടൈപ്പ് 2 ഡയബറ്റിസ് മെലിറ്റസ് ഉണ്ടാകുന്നത്. ടൈപ്പ് 1 കാരണം ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന കോശങ്ങളെ ഓട്ടോ ഇമ്മ്യൂൺ ആന്റിബോഡികൾ നശിപ്പിക്കുന്നതായിരുന്നു. ആ കാരണങ്ങൾ, ആ വ്യത്യാസങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. മൂന്നാമത്തെ ഗ്രൂപ്പാണ് ജസ്റ്റേഷണൽ ഡയബറ്റിസ് മെലിറ്റസ്. ഇറ്റ് ഈസ് ദ ഡയബറ്റിസ് മെലിറ്റസ് ദാറ്റ് ഡെവലപ്പ് ഇൻ പ്രഗ്നന്റ് വുമൺ. ഗർഭിണികളിൽ മാത്രം കാണുന്ന ഡയബറ്റിസ് മെലിറ്റസ് ആണ്. ഇത്തരത്തിലുള്ള ഗർഭിണികള് ഗർഭധാരണത്തിന് മുമ്പ് നോർമൽ ആയിരുന്നു, പക്ഷെ ഗർഭ കാലഘട്ടങ്ങളിൽ മാത്രം അവർക്ക് ഡയബറ്റിസ് മെലിറ്റസ് ഉണ്ടാകുന്നു. അതിനാണ് നാം ജസ്റ്റേഷണൽ ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറയുന്നത്. Increased cellular resistance to insulin and decreased secretion of insulin below the required level of pregnancy lead to gestational diabetes mellitus. Gestational diabetes mellitus ന് കാരണം ടൈപ്പ് 2 ഡയബറ്റിസ് മെലിറ്റസ് പോലെ തന്നെയാണ്. ഒന്നാമത് സെല്ലുലാർ റെസിസ്റ്റൻസ് കൂടുന്നു. ഈ ഇൻസുലിന് എതിരെയുള്ള സെല്ലിന്റെ റെസിസ്റ്റൻസ് വർദ്ധിക്കുന്നു. അതായത് സെല്ലിലേക്ക് ഗ്ലൂക്കോസിനെ ഇൻസുലിൻ പ്രവേശിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ കോശങ്ങൾ അതിനെ തടയുന്നു. ഒരു കാരണം അത്. രണ്ടാമത്തെ കാരണം പ്രഗ്നൻസിയിൽ ശരീരത്തിന് ഇൻസുലിന്റെ പ്രൊഡക്ഷൻ, ഇൻസുലിൻ നീഡ് കൂടുതലാണ്. കാരണം ഒരു ബേബി കൂടിയുണ്ട്, ബോഡി ഫ്ലൂയിഡ് കൂടുന്നുണ്ട്, എക്സ്ട്രാ ആയിട്ട് ഇൻസുലിൻ ശരീരത്തിന് ആവശ്യമായിട്ട് വരുന്ന ഒരു ഘടകമാണ്. അപ്പൊ അങ്ങനെ ആവശ്യമായിട്ട് വരുന്ന ഇൻസുലിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പാൻക്രിയാസിന് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഡയബറ്റിസ് മെലിറ്റസിന് കാരണമാകാം. അപ്പൊ ജസ്റ്റേഷൻ ഡയബറ്റിസ് മെലിറ്റസിന്റെ കാരണം ടൈപ്പ് 2വിന്റെ അതേ കാരണങ്ങൾ തന്നെയാണ്. ഒന്ന്, സെല്ലുലാർ റെസിസ്റ്റൻസ് കൂടുന്നത്. രണ്ട്, ആവശ്യത്തിന് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യാത്തൊരവസ്ഥ. Many people with gestation diabetes mellitus later develop type 2 diabetes mellitus. ഇപ്പൊ പ്രഗ്നൻസി കഴിഞ്ഞ് പ്രസവത്തിന് ശേഷം നോർമൽ ആകാം, പക്ഷേ എന്നാലും ഈ ആളുകൾ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ടൈപ്പ് 2 ഡയബറ്റിസ് മെലിറ്റസ് ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഈ പ്രഗ്നൻസി പീരീഡിൽ ഒരു ഇൻസുലിന്റെ ആവശ്യം കൂടിയ സമയത്ത് അതിനനുസരിച്ച് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ ഇവരുടെ ബോഡിക്ക് കഴിയുന്നില്ല എന്നുള്ള ഉറപ്പാണ്. അപ്പൊ അപ്രകാരമുള്ള ആളുകൾ ഏജ് അഡ്വാൻസ് ചെയ്യുമ്പോഴേക്കും മറ്റു ഫാക്ടേഴ്സ്, അതായത് ഒബിസിറ്റി, മെന്റൽ സ്ട്രെസ്, അല്ലെങ്കിൽ ലാക്ക് ഓഫ് എക്സസൈസ്, അങ്ങനെയുള്ള ഫാക്ടേഴ്സ് എല്ലാം കൂടി വന്നു ചേരുമ്പോഴേക്കും അവർ ഡയബറ്റിക് ആകാനുള്ള സാധ്യത കൂടുതലാണ്. ജസ്റ്റേഷൻ ഡയബറ്റീസ് ഉള്ള ആളുകൾക്ക് അവരുടെ ലൈഫിൽ പിന്നീട് ടൈപ്പ് 2 ഡയബറ്റിസ് മെലിറ്റസ് ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കോംപ്ലിക്കേഷൻസ് ഓഫ് ഡയബറ്റിസ് മെലിറ്റസ് എന്തൊക്കെയാണ്? ഒരു ഡയബറ്റിസ് മെലിറ്റസ് പ്രോപ്പർ ആയിട്ട് ട്രീറ്റ് ചെയ്യാതെ അൺകൺട്രോളബിൾ ആയിട്ട് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ സംഭവിക്കാവുന്ന കോംപ്ലിക്കേഷൻസിനെ കുറിച്ചാണ് പറയുന്നത്. ഒന്ന്, ന്യൂറോപ്പതി, അത് നെർവ് സെല്ലുകൾ ഡാമേജ് ചെയ്യുന്നു. നെഫ്രോപ്പതി, നെഫ്രോണുകളെ ഡാമേജ് ചെയ്യുന്നു, കിഡ്നിക്ക് ഡാമേജ് ഉണ്ടാക്കുന്നു. റെറ്റിനോപ്പതി, ഡാമേജ് ഓഫ് റെറ്റിന, കണ്ണിന്റെ റെറ്റിനയ്ക്ക് ഡാമേജ് ഉണ്ടാകുന്നു. എറക്ടൈൽ ഡിസ്ഫങ്ഷൻ, ലൈംഗിക ശേഷിക്കുറവ്, ലൈംഗിക ശേഷി കുറയുന്ന ഒരു അവസ്ഥ, അതിനാണ് നമ്മൾ എറക്ടൈൽ ഡിസ്ഫങ്ഷൻ എന്ന് പറയുന്നത്. സ്കിൻ ഡിസീസസ്, ത്വക്ക് രോഗങ്ങൾ ഉണ്ടാകുന്നു. ഡയബറ്റിക് കീറ്റോ അസിഡോസിസ്, നമ്മൾ കീറ്റോസിസ് പഠിച്ചതാണ്. അൺകൺട്രോൾഡ് ഡയബറ്റിസ് മെലിറ്റസിൽ, നിയന്ത്രിക്കാത്ത ഡയബറ്റിസ് മെലിറ്റസിൽ ശരീരത്തിൽ കീറ്റോൺ ബോഡീസിന്റെ അളവ് ക്രമാതീതമായിട്ട് വർദ്ധിക്കും. അത് അസിഡോസിന് കാരണമാകും, നമ്മുടെ ബ്ലഡിലെ pH കുറയുന്നതിന് കാരണമാകും. അങ്ങനെ pH കുറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അവസ്ഥ എന്ന് പറയുന്നത് ഡയബറ്റിക് കോമാണ്. നമ്മുടെ ബോധക്ഷയം സംഭവിക്കുന്നു, അൺകോൺഷ്യസ് ആയി പോകുന്നു. പിന്നീട് അത് ഡെത്തിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ ന്യൂറോപ്പതി, നെഫ്രോപ്പതി, റെറ്റിനോപ്പതി, ഈ കണ്ടീഷൻസ് ഒക്കെ ഉണ്ടാകാനായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ബ്ലഡിലുള്ള ഗ്ലൂക്കോസിന്റെ അളവ് ക്രമാതീതമായിട്ട് വർദ്ധിച്ചു നിന്നു കഴിഞ്ഞാൽ നമ്മളുടെ കാപ്പിലറി ബ്ലഡ് വെസൽസിന്റെ ഭിത്തി, കാപ്പിലറി ബ്ലഡ് വെസൽസിനെ കുറിച്ച് നമുക്കറിയാം. കാപ്പിലറി ബ്ലഡ് വെസൽസ് ഒരു സിംഗിൾ ലെയർ സെല്ല് കൊണ്ട് നിർമ്മിച്ചതാണ് കാപ്പിലറി ബ്ലഡ് വെസൽസ്. ഈ കാപ്പിലറി ബ്ലഡ് വെസൽസിന്റെ ആ ബ്ലഡ് വെസൽസിന് ആ കോശങ്ങൾക്കുള്ളിലേക്ക്, കാപ്പിലറി കോശങ്ങൾക്കുള്ളിലേക്ക് ഗ്ലൂക്കോസ് പ്രവേശിക്കുകയും അതിനുള്ളിൽ ഒരുതരം ഗ്ലൈക്കോ പ്രോട്ടീൻസ് ഉണ്ടാകുകയും ചെയ്യും. ഇത്തരത്തിലുള്ള ഗ്ലൈക്കോ പ്രോട്ടീൻസ് ഈ കാപ്പിലറി ബ്ലഡ് വെസൽസിന്റെ പെർമിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാപ്പിലറി ബ്ലഡ് വെസലുകൾക്ക് ആവശ്യമുള്ള പോഷക വസ്തുക്കളെയും അതുപോലെ ചില പ്രധാനപ്പെട്ട ആന്റിബോഡികളെ, കോശങ്ങളെയൊക്കെ ടിഷ്യൂലേക്ക് കടത്തിവിടാനുള്ള കഴിവിനാണ് നാം പെർമിബിലിറ്റി എന്ന് പറയുന്നത്. ഈ ഗ്ലൂക്കോസ് സ്ഥിരമായിട്ട് ബ്ലഡിൽ വർദ്ധിച്ചു നിന്നു കഴിഞ്ഞാൽ ഈ കാപ്പിലറി ബ്ലഡ് വെസൽസിന്റെ ആ ഭിത്തിയിലുള്ള ആ സെല്ലുകളുടെ പെർമിയബിലിറ്റി കുറഞ്ഞു പോകുന്നു. പെർമിയബിലിറ്റി കുറഞ്ഞു പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡിൽ നിന്നും ന്യൂട്രിയൻസും ആന്റിബോഡീസും അല്ലെങ്കിൽ
ഇമ്മ്യൂൺ സെല്ലുകൾക്കൊന്നും കോശങ്ങളിൽ, അതായത് ടിഷ്യൂവിലേക്ക് പ്രവേശിക്കാനാകുന്നില്ല. ബ്ലഡിൽ നിന്ന് ടിഷ്യൂവിലേക്ക് പ്രവേശിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ടിഷ്യൂവിലേക്ക് ആവശ്യമുള്ള ന്യൂട്രിയൻസ് കുറഞ്ഞു പോകുന്നു, പ്രതിരോധ പ്രവർത്തനങ്ങൾ മര്യാദയ്ക്ക് ശരിയായ രീതിയിൽ നടക്കാൻ പറ്റാതെ വരുന്നു. അങ്ങനെ വരുമ്പോൾ ടിഷ്യൂവിന് ഡാമേജ് സംഭവിക്കുന്നു. അങ്ങനെ നെർവ് ടിഷ്യൂ ഉണ്ടാകുന്ന ഡാമേജിനാണ് നാം ന്യൂറോപ്പതി എന്ന് പറയുന്നത്. നെഫ്രോൺ ഉണ്ടാകുന്ന ഡാമേജിന് നെഫ്രോപ്പതി എന്ന് പറയും. കണ്ണിലെ റെറ്റിനയ്ക്ക് ഉണ്ടാകുന്ന ഡാമേജിന് റെറ്റിനോപ്പതി, ഡാമേജ് ഓഫ് റെറ്റിന എന്ന് പറയും. ഇത് തന്നെയാണ് എറക്ടൈൽ ഡിസ്ഫങ്ഷനും സ്കിൻ ഡിസീസിനും ഒക്കെ കാരണമാകുന്നത്. ഈ പ്രോപ്പർ ആയിട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ നടക്കുന്നില്ല. കാരണം നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും ബ്ലഡ് എത്തുന്നത് ന്യൂട്രിയൻസും എത്തിക്കാനും വേസ്റ്റിനെ തിരിച്ചു കൊണ്ടുപോകാനും വേണ്ടിയിട്ടാണ്. ഈ രക്തകോശങ്ങളുടെ ഭിത്തിക്ക് കട്ടി കൂടി പോകുന്നു. ഗ്ലൈക്കോപ്രോട്ടീൻസിന്റെ പ്രസൻസ് കൊണ്ട് രക്തകോശങ്ങളുടെ ഭിത്തിക്ക് കട്ടി കൂടി പോകുന്നത് കൊണ്ട് ആവശ്യത്തിനുള്ള ന്യൂട്രിയൻസിനെ കോശങ്ങളിലേക്ക്, ടിഷ്യൂവിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നില്ല. അപ്പൊ ആ സ്ഥലത്തുള്ള ടിഷ്യൂവിന് മതിയായ രീതിയിലുള്ള പോഷകങ്ങൾ കിട്ടാതെ വരുന്നു, ഇമ്മ്യൂണിറ്റി കിട്ടാതെ വരുന്നു. അതിനെ തുടർന്നുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ന്യൂറോപ്പതിക്കും നെഫ്രോപ്പതിക്കും റെറ്റിനോപ്പതിക്കും എറക്ടൈൽ ഡിസ്ഫങ്ഷനും സ്കിൻ ഡിസീസിനും ഒക്കെ കാരണമാകുന്നത്. ഡയബറ്റീസ് മെലിറ്റസ് ഉള്ള ആളുകളുടെ കാലുകളിൽ മുറിവ് ഉണ്ടായി കഴിഞ്ഞാൽ ഉണങ്ങാറില്ല, മുറിവ് ഇങ്ങനെ പ്രൊലോങ് ആയിട്ട് നിൽക്കും. അതിന് കാരണം ഇത് തന്നെയാണ്. ആ ടിഷ്യൂവിലേക്ക്, ഡാമേജ് ചെയ്ത ടിഷ്യൂവിനെ റിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ പോഷകങ്ങളും ഇമ്മ്യൂണിറ്റിയും ആവശ്യമാണ്. അത് എത്തിക്കുന്നത് രക്തകോശങ്ങളാണ്. ആ രക്തകോശങ്ങളുടെ ഭിത്തിക്ക് കട്ടി കൂടി കഴിയുമ്പോൾ ഈ പറയുന്ന പോഷകങ്ങൾക്കും അല്ലെങ്കിൽ ന്യൂട്രിയൻസിനും ഇമ്മ്യൂൺ സബ്സ്റ്റൻസിനും ഒന്നും ആ ടിഷ്യൂവിലേക്ക് ഇറങ്ങിച്ചെല്ലാനാകുന്നില്ല. അതുകൊണ്ട് അത് ഹീലിംഗ് വൈകുന്നു. ചില ആളുകൾ നമുക്കറിയാം ഡയബറ്റീസ് മെലിറ്റസ് അൺകൺട്രോൾഡ് ആയിട്ട് കാലൊക്കെ മുറിക്കുന്ന ആംപ്യൂട്ടേഷൻ ഒക്കെ ഉണ്ടാവാൻ കാണാറുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ കാരണം ഇതാണ്, രക്തകോശങ്ങളിലേക്ക് വേണ്ട ന്യൂട്രിയൻസ് എത്താത്തത് കൊണ്ടാണ്. ഡയബറ്റിക് കീറ്റോഅസിഡോസിനെ കുറിച്ച് നാം മുമ്പ് പഠിച്ചതാണ്. കാരണം കീറ്റോൺ ബോഡീസ് ഗ്ലൂക്കോസ് വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ പറ്റാതെ വരുമ്പോൾ ശരീരം ലിപ്പിഡിനെ അഥവാ കൊഴുപ്പിനെ ക്രമാതീതമായിട്ട് ഉപയോഗിക്കും. അങ്ങനെ കൊഴുപ്പ് ധാരാളമായിട്ട് ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിനെ പൂർണ്ണമായിട്ട് ഓക്സിഡൈസ് ചെയ്യാനാവില്ല. അപ്പൊ അതിന് പൂർണ്ണമായിട്ട് ഓക്സിഡൈസ് ചെയ്താൽ മാത്രമേ കാർബൺ ഡൈ ഓക്സൈഡും എനർജിയും വാട്ടറുമായിട്ട് മാറും. അതല്ലെങ്കിൽ പൂർണ്ണമായിട്ട് ചെയ്തില്ലെങ്കിൽ അപൂർണമായിട്ട് ചെയ്യുമ്പോൾ അസറ്റോൺ, അസറ്റോഅസറ്റിക് ആസിഡ്, ബീറ്റാ ഹൈഡ്രോക്സി ബ്യൂട്രിക് ആസിഡ് തുടങ്ങിയ ഇന്റർമീഡിയറ്റ് പ്രോഡക്റ്റുകൾ ബ്ലഡിൽ അക്യുമുലേറ്റ് ചെയ്യും. ഈ പ്രോഡക്റ്റുകൾ pH മാറ്റം വരുത്തും. ആ കണ്ടീഷനാണ് നാം ഡയബറ്റിക് കീറ്റോ അസിഡോസിസ് എന്ന് പറയുന്നത്. ഈ കീറ്റോ അസിഡോസിസ് വീണ്ടും നമ്മൾ കൺട്രോൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡയബറ്റിക് കോമയിലേക്കും ഡെത്തിലേക്കും അത് പോകുന്നു. ഈ ചിത്രത്തില് നാം മുമ്പ് സൂചിപ്പിച്ച കാര്യങ്ങളാണ് ഡയബറ്റീസ് മെലിറ്റസിന്റെ കോംപ്ലിക്കേഷൻസ്. മൈക്രോ ആൻജിയോപ്പതി, ബ്ലഡ് വെസൽസിനുണ്ടാകുന്ന ഡാമേജ് ആണ്. സെറിബ്രോ വാസ്കുലർ ഇൻഫാക്ഷൻ, ബ്രെയിൻ, നമ്മൾ സ്ട്രോക്ക് എന്ന് പറയുന്ന കണ്ടീഷൻ. ഹെമറേജ്, രക്തസ്രാവം. ഹൈപ്പർ ടെൻഷൻ, അതായത് നമ്മളുടെ ബ്ലഡ് വെസൽസ് ഒക്കെ റിജിഡ് ആയിട്ട് പോകും. ബ്ലഡ് വെസൽസിന് ഇലാസ്റ്റിസിറ്റി കുറഞ്ഞു പോകുന്നത് കൊണ്ട് രക്തസമ്മർദ്ദം വർദ്ധിക്കുന്നു. നെഫ്രോപ്പതി, കിഡ്നിയെ ബാധിക്കുന്നു. എറക്ടൈൽ ഡിസ്ഫങ്ഷൻ, ലൈംഗിക ശേഷിയെ ബാധിക്കുന്നു. പെരിഫറൽ ന്യൂറോപ്പതി, ഈ പുറമെയുള്ള നെർവുകൾക്ക് ഡാമേജ് സംഭവിക്കുന്നു. ന്യൂറോപ്പതി. ഗാൻഗ്രീൻ, കാലില് മുറിവുണ്ടായി കഴിഞ്ഞാൽ വലിയ വ്രണമായിട്ട് മാറുന്നു. സ്കിൻ ഇൻഫെക്ഷൻസ്. യൂറിനറി ബ്ലാഡർ ഡിസ്ഫങ്ഷൻ, യൂറിനറി ബ്ലാഡറിന്റെ കപ്പാസിറ്റി നഷ്ടപ്പെട്ടു പോകുന്നു. നമുക്കറിയാം ഒരു 500 ml യൂറിനൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത് അത്രയും സ്റ്റോർ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകുന്നു. അതെറോസ്ക്ലെറോസിസ് എന്ന് പറഞ്ഞാൽ വലിയ ബ്ലഡ് വെസൽസിന്റെ ഒക്കെ വോളിന്റെ തിക്നെസ് കൂടിയിട്ട് അതിന് ഇലാസ്റ്റിസിറ്റി പോയി അതിന്റെ ഉൾഭാഗം ഇടുങ്ങി പോകുന്ന അവസ്ഥയ്ക്കാണ് അതെറോസ്ക്ലെറോസിസ് എന്ന് പറയുന്നത്. ഇത് ഹൈപ്പർ ടെൻഷനിലേക്കും അതുപോലെ ഹാർട്ട് അറ്റാക്കിലേക്കും ഒക്കെ നയിക്കുന്ന ഒരു മാരക കണ്ടീഷനാണ് അതെറോസ്ക്ലെറോസിസ്. മയോകാർഡിയൽ ഇൻഫാക്ഷൻ എന്ന് പറഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക്. നമുക്കറിയാം ഡയബറ്റീസ് ഉള്ള ആളുകളുടെ ബ്ലഡ് വെസൽസ്, ഹൃദയത്തിലെ ബ്ലഡ് വെസൽസ് ഈ പറഞ്ഞതുപോലെ തിക്കൻഡ് ആകുകയും അതിന് ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടുകയും ബ്ലോക്ക് ഉണ്ടാവാനുള്ള സാധ്യത കൂടും. അങ്ങനെ അത് മയോകാർഡിയൽ ഇൻഫാക്ഷൻ അഥവാ ഹാർട്ട് അറ്റാക്ക്. മയോകാർഡിയൽ ഇൻഫാക്ഷൻ ആണ് ഹാർട്ട് അറ്റാക്ക്. ഇനി കണ്ണിനെ ബാധിക്കുന്ന റെറ്റിനോപ്പതി, കാഴ്ച നഷ്ടപ്പെടുന്ന അവസ്ഥയാണ്. കാറ്ററാക്ട്, തിമിരം എന്ന് പറയുന്ന കാറ്ററാക്ട്. അത് ഇമ്മച്ചുർ ആണ്. സാധാരണ കാറ്ററാക്ട് ഉണ്ടാകുന്ന ഓൾഡ് ഏജിലാണ്. പക്ഷെ ഡയബറ്റിക് ആയിട്ടുള്ള ആളുകളിൽ ഒരു 40-50 ഏജിലൊക്കെ കാറ്ററാക്ട്, തിമിരം ഡെവലപ്പ് ചെയ്യുന്നു. അതൊരു ഗ്ലോക്കോമ, കണ്ണിലെ ഉള്ളിലെ പ്രഷർ വർദ്ധിച്ചിട്ട് കാഴ്ച നഷ്ടപ്പെടുന്ന ഒരവസ്ഥ. ഇതൊക്കെയാണ് ഡയബറ്റീസ് മെലിറ്റസിന്റെ പ്രധാനപ്പെട്ട കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. ലബോറട്ടറി ഡയഗ്നോസിസ് ഓഫ് ഡയബറ്റീസ് മെലിറ്റസ്, ഇത് നമുക്ക് വിശദമായിട്ട് പരിശോധിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. ഇന്നത്തെ ക്ലാസ്സിൽ ഇതിന്റെ പേരുകൾ മാത്രം നാം പറയുന്നു. ഡയബറ്റീസ് മെലിറ്റസ് ലബോറട്ടറി ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ടെസ്റ്റുകളാണ് ബ്ലഡ് ഗ്ലൂക്കോസ് എസ്റ്റിമേഷൻ,
വിത്ത് തരത്തിലുള്ള ബ്ലഡ് ഗ്ലൂക്കോസ് എസ്റ്റിമേഷൻസ് ഉണ്ട്. അതിനെക്കുറിച്ച് നാം മനസ്സിലാക്കും. യൂറിൻ ഷുഗർ ഡിറ്റക്ഷൻ ഓൾറെഡി പഠിച്ചതാണ്. ദെൻ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ്, ശരീരത്തിൽ ഗ്ലൂക്കോസിനെ എങ്ങനെ ടോളറേറ്റ് ചെയ്യുന്നു, ഒരു ഗ്ലൂക്കോസ് ലോഡ് കൊടുത്തു കഴിയുമ്പോൾ ബോഡി അതിനെ എങ്ങനെ ടോളറേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ്. ദെൻ ഗ്ലൂക്കോസ് ചലഞ്ച് ടെസ്റ്റ്, ഒരു ഗ്ലൂക്കോസ് ലോഡ് കൊടുത്തു കഴിയുമ്പോൾ അതിനെ എങ്ങനെ ബോഡി ഡിസ്പോസ് ചെയ്യുന്നു, ഒരു ഗ്ലൂക്കോസ് ചലഞ്ച് നമ്മൾ കൊടുക്കുകയാണ്. ആ ടെസ്റ്റിനാണ് നാം ഗ്ലൂക്കോസ് ചലഞ്ച് ടെസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ എസ്റ്റിമേഷൻ ഓഫ് ഗ്ലൈക്കോസിലേറ്റഡ് ഹീമോഗ്ലോബിൻ HbA1c, ബ്ലഡിലുള്ള ഗ്ലൂക്കോസും ഹീമോഗ്ലോബിനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഗ്ലൈക്കോസിലേറ്റഡ് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യും. ഈ ഗ്ലൈക്കോസിലേറ്റഡ് ഹീമോഗ്ലോബിന്റെ അളവ് എന്ന് പറയുന്നത് ബ്ലഡിലുള്ള ഗ്ലൂക്കോസിന്റെ കോൺസെൻട്രേഷനുമായിട്ട് നേർ അനുപാതത്തിലായിരിക്കും. ഇപ്പൊ ഗ്ലൈക്കോസിലേറ്റ് HB നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ ഗ്ലൂക്കോസിന്റെ കോൺസെൻട്രേഷൻ ഏകദേശം എത്രയുണ്ടെന്ന് മീൻ ബ്ലഡ് ഗ്ലൂക്കോസ് കോൺസെൻട്രേഷൻ നമുക്ക് കണ്ടുപിടിക്കാനാവും. ഈ മെത്തേഡിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഹീമോഗ്ലോബിന്റെ ലൈഫ് നമുക്കറിയാം, ഏകദേശം ഒരു RBC ലൈഫായ 120 ഡേയ്സ് ഉണ്ടാവും ഹീമോഗ്ലോബിന്റെ ലൈഫ് ബ്ലഡില്. അപ്പൊ അതുകൊണ്ട് ഈ പീരീഡിലുള്ള ഒരു 3 മാസം 4 മാസ കാലഘട്ടത്തിലുള്ള ഗ്ലൂക്കോസിന്റെ ഏകദേശം ഒരു വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഗ്ലൈക്കോസിലേറ്റ് ഹീമോഗ്ലോബിന്റെ എസ്റ്റിമേഷൻ സഹായിക്കുന്നു. ഇത്രയുമാണ് ലബോറട്ടറി ഡയഗ്നോസിസിന്റെ മെത്തേഡുകൾ. ഇനി വരുന്ന ക്ലാസ്സുകളിൽ ഈ ഓരോ മെത്തേഡുകളും വളരെ ഡീറ്റെയിൽ ആയിട്ട് നാം മനസ്സിലാക്കുന്നതായിരിക്കും. താങ്ക് യു.